സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇറാനിയൻ കപ്പലിന് അഭയം നൽകി ഇന്ത്യ. കൊച്ചി തീരത്ത് നങ്കൂരമിട്ട ഇറാനിയൻ കപ്പൽ കൊച്ചി തീരത്ത് തുടരുകയാണ്. IRIS ലാവൻ എന്ന കപ്പൽ 4-ാം തീയതി മുതലാണ് കൊച്ചി തീരത്ത് നങ്കൂരമിട്ടത്. ഫെബ്രുവരി 28-നാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് അനുമതി തേടിയത്. അപ്പോൾ ഇറാനിയൻ കപ്പലിന് അതിന്റെ ഒരു സാങ്കേതിക തകരാർ കൊണ്ടുകൂടിയാണ് കൊച്ചി തുറമുഖത്ത് നങ്കൂരമിടേണ്ടി വന്നത്. അതിന് ഇറാനിയൻ കപ്പലിന് അഭയം നൽകിയിരിക്കുകയാണ് ഇന്ത്യ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. കൊച്ചി തീരത്ത് നങ്കൂരമിട്ട കപ്പൽ ഇപ്പോഴും കൊച്ചി തീരത്ത് തന്നെ തുടരുന്നുണ്ട്. IRIS ലാവൻ എന്ന കപ്പൽ അത് 4-ാം തീയതി മുതലാണ് കൊച്ചി തീരത്ത് എത്തിയിട്ടുള്ളത്. എന്നാൽ ഫെബ്രുവരി 28-നാണ് അത് സാങ്കേതിക തകരാറിനെ തുടർന്ന് അനുമതി തേടിയത്. അതിനുശേഷം അനുമതി നൽകുകയും ഇപ്പോഴും ആ കപ്പൽ കൊച്ചി തീരത്ത് തുടരുകയും ചെയ്യുകയാണ്. ഗോപിക അരവിന്ദുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപിക, സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്ത്യ ഗവൺമെന്റിനോട് അനുമതി തേടുകയായിരുന്നു. അപ്പോൾ എപ്പോഴതിന് തിരിച്ചു പോകാൻ കഴിയും? മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനുള്ള അനുമതി കൂടിയുണ്ടോ? എന്താണ് വിവരങ്ങൾ? ജിൽസി, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ മട്ടാഞ്ചേരി വാർഫിലാണ് ഇത്തരത്തിൽ ഇറാൻ കപ്പൽ മാർച്ച് 4-ന് കരയ്ക്കടുത്തത്. അതായത് ഇറാൻ കപ്പലായ ഐറിസ് ലാവൻ എന്ന് പറയുന്ന കപ്പലാണ് കൊച്ചി തുറമുഖത്ത് അഭയം കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ഔദ്യോഗിക വിവരം പുറത്തുവിട്ടത്. ഈ വിശാഖപട്ടണത്ത് നടന്ന നാവികസേനയുടെ അഭ്യാസത്തിന് ശേഷം തിരിച്ചു പോകുന്നതിൽ സാങ്കേതിക തകരാറ് മൂലമാണ് ഇത്തരത്തിൽ കരയ്ക്കടുപ്പിക്കാൻ അഭയം തേടിയിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് ഫെബ്രുവരി 28-നായിരുന്നു ഇത്തരത്തിൽ ഇറാൻ ഇന്ത്യയുടെ അടുത്ത് ഇത്തരത്തിലൊരു അഭയം ചോദിച്ചത്. ഇതിന് പ്രകാരം മാർച്ച് 1-ന് ഇന്ത്യ അനുമതി കൊടുക്കുകയും ചെയ്തു. ഇതോടുകൂടി മാർച്ച് 4-ഓട് കൂടിയാണ് ഈ കപ്പൽ കൊച്ചി തുറമുഖത്തെത്തിയത്. ഈ കപ്പലിൽ 183 ജീവനക്കാരുണ്ടായിരുന്നു. ഇവരെ ഇപ്പോൾ കൊച്ചിയിലെ നാവികസേന, ഈ വില്ലിംഗ്ടൺ ഐലൻഡിൽ തന്നെയുള്ള നാവികസേനയുടെ ഔദ്യോഗിക വസതികളിലാണ് ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ കപ്പൽ സുരക്ഷിതമാണ്. ഇത് കൂടാതെ തന്നെ ഇറാന്റെ മറ്റൊരു കപ്പലായിട്ടുള്ള ഐറിസ് ദേനെ കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ഈ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ US ടോർപിഡോ ആക്രമണത്തിൽ തകർത്തിരുന്നു. ഇതിലുള്ള നിരവധി നാവികസേനാംഗങ്ങൾ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ ഇപ്പോൾ ഈ IRIS ലാവൻ എന്ന് പറയുന്ന കൊച്ചി തുറമുഖത്തെത്തിയിരിക്കുന്നത്. മട്ടാഞ്ചേരി വാർഫിലാണ് ഇപ്പോൾ സുരക്ഷിതമായി ഇതിന് അഭയം കൊടുത്തിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ മാർച്ച് 1-ഓടുകൂടിയാണ് ഇത്തരത്തിലുള്ള അപേക്ഷയ്ക്ക് അനുമതി നൽകിയത്. ഇതോടുകൂടി മാർച്ച് 4-ഓട് കൂടി ഈ കപ്പൽ മട്ടാഞ്ചേരി വാർഫിൽ എത്തുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇതിലുള്ള നാവികസേന അംഗങ്ങൾ എല്ലാം തന്നെ സുരക്ഷിതരാണെന്ന് അറിയാൻ കഴിയുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും നിലവിൽ ഈ കപ്പൽ ഇവിടെ സുരക്ഷിതമാണ്. എന്തായാലും കഴിഞ്ഞ ആഴ്ച തന്നെ ഇന്ത്യ ഇറാന് എന്തൊക്കെയാണ് ഈ ടോർപിഡോ ആക്രമണത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഈ ഐറിസ് ദേനയ്ക്ക് വേണ്ടവിധ സുരക്ഷിതത്വമൊന്നും ഇന്ത്യ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ സഹായം നൽകിയിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ ഐറിസ് ലാവന് ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്നത്. സാങ്കേതിക തകരാറ് മൂലം അഭയം നൽകണമെന്നായിരുന്നു ഇറാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ഈ കപ്പൽ ഇപ്പോൾ മട്ടാഞ്ചേരി വാർഫിൽ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രത്തിലാണ് ഉള്ളത്. എന്തായാലും എന്നും തിരിച്ചു പോകുമെന്നുള്ള രീതിയിലൊന്നുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല ജിൽസി.